ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. അതായത് സുർമീത്ത മട്ടൻ കറി ഇനി വെക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തിടണമെന്ന് ഒരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമുക്ക് മട്ടൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് കഴുകി വൃത്തിയാക്കിയ മട്ടൻ. ആദ്യം ഇതിന് വേണ്ട സാധനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കല്ലിലിട്ടാണ്. ഈ കല്ലിലിട്ട് ഇവിടെ കല്ല് കാണിച്ചോളൂ. ഈ കല്ലിലിട്ട് ചതച്ചതാണ് കേട്ടോ, പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പച്ചമുളക് കീറിയത്, പിന്നെ സവാള, തക്കാളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മൾ ചില്ലി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾ ഇഷ്ടം കണക്ക് എടുക്കാൻ എരിവനുസരിച്ച്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി. ഇത്രയും ഐറ്റംസ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ എണ്ണ പറഞ്ഞതെന്ന് പറയുന്നത് എണ്ണ. അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലം, പിന്നെ വേറെ കമ്പളുന്ന സാധനത്തിന്റെ പേര് ഒന്നുകൂടെ കേട്ടോ, ദൂരം ഇട്ടിട്ട് അച്ചുവിന്റെ അമ്മയില് ഉർവശി പറയും പോലെ കറങ്ങ് പറയും ആക്കണം. പൊട്ടിയൊന്നും തെറിക്കരുത്, ചിലപ്പോൾ ഏലയ്ക്ക് പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഈ മൂത്തയിലോട്ട് നമുക്ക് ഈ സവാള ഇടാം. കൈയൊക്കെ വെച്ചാണ് സാധാരണ ഇടുന്നത് കേട്ടോ. പിന്നെ വീഡിയോ അല്ലേ, നിങ്ങൾക്കൊന്ന് മടുപ്പ് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെയുമല്ല എഴുതുന്നത്, ക്ഷമയൊന്നുമില്ല എനിക്കിതിനുള്ള. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പൊ ആദ്യമേ ഇട്ട ഉള്ളി പെട്ടെന്ന് വാടുമെന്നാണ് പഴമക്കാർ പറയുന്നത്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ചേക്കാം. പെട്ടെന്നൊന്ന് വാടി വരും. നമുക്ക് ആദ്യം ഇവിടെ പോയെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊന്ന് തുറക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റായി. കരിഞ്ഞിട്ടില്ല ഭാഗ്യം, കാരണം ഞാൻ എവിടെയും പോയി ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഇഞ്ചി, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിടും. ഇതൊന്ന് ശകലം ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേയില്ല. ഇളക്കുന്ന എനിക്കൊരു പോകുന്നു എന്താണ് നോക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന ചേർക്കും. എന്നിട്ട് ഈ തീർന്ന കാടിപ്പാത്രം നമ്മൾ എന്ത് ചെയ്യണം, സിങ്കിലേക്ക് വെക്കണം. ഇങ്ങനെ നല്ലോണം ഇളക്കും. ഇനി നമുക്ക് 2 മിനിറ്റ് പിന്നെ ഉടച്ചിടാം. പോകരുത്, കരിഞ്ഞു കൊടുക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഈ പ്രാവശ്യം കരിഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ കാണിച്ചു നോക്കും, കരിഞ്ഞിട്ടില്ലെന്ന് കാണട്ടെ. കണ്ട എന്താണെന്ന് അറിയാൻ വേണ്ടി തൊണ്ട ഇതൊരു ശരിയായില്ല, ഒരു പിച്ചിച്ചുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കളറ് പിടിച്ചതുകൊണ്ടിരിക്കും. ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളേക്ക് മട്ടൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറിൽ വെക്കുന്നതായിരിക്കും മട്ടൻ കറി കുറച്ചും കൂടെ ടേസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. വെച്ച് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം ഇടണം. അത് വഴക്കൊന്നും പറയരുത്, കൊള്ളൂല്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഈ മഞ്ഞപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴുകി വെച്ചിരുന്ന മട്ടൻ ഇതിലേക്ക് ഇടാം. ചിലത് മസാല എല്ലാം അരപ്പൊടിയെല്ലാം ചേർത്തിട്ടാണ് മട്ടൻ ഇടുന്നത്. ഞാനിങ്ങനെയാണ് മട്ടൻ കറി, ബീഫ് കറി വയ്ക്കുന്നത്. ചിക്കന് മാത്രമേ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആദ്യമേ ചേർക്കുള്ളൂ. മട്ടനിക്കും ബീഫിനും മഞ്ഞൾപ്പൊടിയിലും ഇത്രയും സാധനത്തിലും ഈ മട്ടൻ ഉണ്ട്. ഒരു 80% വെന്ത് കഴിയുമ്പോഴാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിന് വയ്ക്കാം. ഇത് ഞാൻ വെക്കുന്ന നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇട്ടത്. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്. ഞാൻ ഇതിലോട്ട് വീട്ടേണേ. എപ്പോഴും ചൂടുവെള്ളം ഇറച്ചിയിൽ വീട്ടുന്നതായിരിക്കും നല്ലത്. ചിലർ വെള്ളം വീട്ടാതെ വേവിക്കുന്നത്, പക്ഷെ ഞാൻ കറി കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് വെള്ളം വീറ്റി ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ഇത്. ഓക്കെ, കുറെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ തീ കുറച്ചിട്ടൊന്നുമില്ല, ആ ഫുൾ തീയിൽ തന്നെയാണ് ഇരുന്നത്. കണ്ട, ഇങ്ങോട്ട് അകത്തോട്ട് കാണിച്ചു കണ്ടിട്ട് കരിഞ്ഞില്ലേ എൻ്റെ കറിയിൽ. ഒരു 25-20% വേവായി. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, എടുത്ത് വെച്ചിട്ട് ഈ പൊടിയിൽ ചേർക്കാം. കുറച്ച് പെരിഞ്ചീരകം മാത്രം പൊടിച്ച പൊടിയാണ് കേട്ടോ.
വേറെ മസാല ഐറ്റം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. പെരിഞ്ജീരകം മാത്രം നല്ലതുപോലെ വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചതാണേ. ലാസ്റ്റ് ചേർത്ത് പൊടിക്കും. ഇനി കുറച്ച് മല്ലിയില ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ അരിയാനൊന്നും എനിക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊള്ളണം. ചുമ്മാ ഒരു മണത്തിനൊക്കെ വേണ്ടതാണ് ചെയ്യുന്നത്. നല്ല മണം വരും. ഇനി ഇത് രുചിച്ച് നോക്കാൻ ഒരു 5 മിനിറ്റ് കൂടെ കിടന്നതിന് ശേഷം ഈ ചെറിയ സിമ്മിലിട്ടേക്കും. എന്നിട്ട് രുചിച്ച് നോക്കാൻ നമുക്ക് ഇവിടുത്തെ പടത്തല വരെ കൊണ്ടുവരാം. എന്തായാലും പടത്തലവയില്ല, ടെമ്പോ അവിടെ കാണാനില്ല. പടത്തല പോത്തഴിക്കാൻ പോയിട്ടുണ്ട്. ഒരു പോത്തിനെ കച്ചവടം ചെയ്തിട്ടാണ് വന്ന എന്നെയും കൊണ്ടുപോയി. അപ്പൊ അതിന് അഴിക്കാൻ പോയിട്ടുണ്ട്. നാളെ ഞായറാഴ്ചയല്ലേ. നല്ല വാസം. അപ്പൊ ഇതിനെ നമുക്ക് രുചിച്ചു നോക്കാം. നമ്മുടെ ക്യാമറ വുമണിന് കൊടുക്കാം. തന്നാലും ബിസ്മി, തിന്നാലും ബിസ്മി. എങ്ങനെയുണ്ട് ക്യാമറ? സൂപ്പർ. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഏത് കറി വെച്ചാലും സൂപ്പറാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മട്ടൻ കറി വെക്കുന്നത്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാശ്മീരി ചില്ലി പൗഡറിൽ മട്ടൻ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് ഇടണം. അപ്പം ഇന്നേക്കൊരു പൊടി.